മത്സരിക്കുന്ന സഖാവ് എം കെ സക്കീറിനെ പ്രിയപ്പെട്ട സഖാക്കളെ, സുഹൃത്തുക്കളെ, നാട്ടുകാരെ, നമ്മുടെ കേരളത്തിൻ്റെ അഭിമാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ സഖാവ് അദ്ദേഹത്തെ ആദ്യമായി സംസാരിക്കുന്നതിന് വേണ്ടി ആദരപൂർവ്വം ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന LDF നേതാക്കളെ, സഖാക്കളെ, സഹോദരി സഹോദരന്മാർ, നിയമസഭയുടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഘട്ടത്തിലാണ് നാം നിൽക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പ് നമ്മുടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു വിലയിരുത്തലിനുള്ള ഘട്ടമാണ്. ഇവിടെ 2021 ജനങ്ങൾ നൽകിയൊരു വിധിയുണ്ട്. ആ വിധി ചരിത്രപരമായിരുന്നു. കേരളത്തിൻ്റെ അതേവരെയുള്ള ചരിത്രം തിരുത്തിയ വിധി. അതേവരെയുള്ള ചരിത്രം നിലവിലുള്ള ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന മുന്നണി തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചാൽ പരാജയപ്പെടും. പ്രതിപക്ഷത്തിരിക്കുന്ന മുന്നണി അധികാരത്തിലേറും. ഇതായിരുന്നു കേരളത്തിൻ്റെ പതിവ്. ഈ പതിവാണ് ജനങ്ങൾ വേണ്ടെന്ന് വെച്ചത്. അത് തിരുത്തിയതിന് പ്രധാന കാരണം ജനങ്ങളുടെ ബോധ്യം തന്നെയാണ്. നമ്മുടെ നാടിൻ്റെ അനുഭവം. രണ്ട് മുന്നണികൾ, LDF-ഉം UDF-ഉം,
മാറി മാറി അധികാരത്തിൽ വരുന്നു എന്നുള്ള പ്രത്യേകതയല്ല. ജനങ്ങൾ നേരിട്ട് അറിഞ്ഞതും അനുഭവിച്ചതും നാടിനാകെ ബോധ്യമുള്ളതുമായ കാര്യം, LDF അധികാരത്തിലിരിക്കുന്ന ഘട്ടത്തിൽ നാട് നല്ലതുപോലെ മുന്നോട്ട് പോകും, അഭിവൃദ്ധിപ്പെടും, എല്ലാ മേഖലയും പുരോഗതി പ്രാപിക്കും. 5 വർഷമായി UDF വരുന്നു. തെരഞ്ഞെടുപ്പിൽ നേടി എത്തി നിൽക്കുന്ന നേട്ടങ്ങൾ അവയെല്ലാം അവിടെ തീരുന്നു. അതിന് തുടർച്ചയുണ്ടാകുന്നില്ല. പലതും നശിച്ചു പോകുന്നു. ഓരോ മേഖലയും പുറകോട്ട് പോകുന്നു. ഇത് രണ്ട് മുന്നണികളുടെയും നാടിനോടും ജനങ്ങളോടുമുള്ള പ്രതിബദ്ധതയുടെ പ്രശ്നമാണ്. LDF നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും കാംക്ഷിക്കുന്നു. UDF നാടിൻ്റെ പുരോഗതിയും ജനങ്ങളുടെ ക്ഷേമവും കാംക്ഷിക്കുന്നില്ല. തങ്ങളുടേതായ നിക്ഷിപ്ത താല്പര്യത്തിന് വേണ്ടിയാണ് ഭരണത്തെ ഉപയോഗിക്കുക. അതിൻ്റേതായ കെടുതികളാണ് ഓരോ ഘട്ടത്തിലും ഉണ്ടായത്. UDF ഭരണകാലം കഴിയുമ്പോൾ നാട് വലിയ തകർച്ചയിൽ. 2016 LDF അധികാരത്തിൽ വരുമ്പോൾ അതിനു മുൻപ് അധികാരത്തിലുണ്ടായിരുന്ന UDF ഗവൺമെൻറ് നാടിന് വരുത്തി വെച്ച ബാധ്യത വളരെ വലുതായിരുന്നു. നമ്മുടെ ഖജനാവ് വലിയ തോതിൽ ശുഷ്കമായിരുന്നു. ഖജനാവിൻ്റെ ശേഷിയുടെ എത്രയോ മടങ്ങായിരുന്നു കൊടുത്തു തീർക്കാനുണ്ടായിരുന്നു. വലിയ ബാധ്യത സംസ്ഥാനത്തിന് വരുത്തി വച്ചിരുന്നു. നമുക്കറിയാം, അന്നത്തെ സാമൂഹ്യക്ഷേമ പെൻഷൻ ചെറിയ തുകയാണ്. പക്ഷേ 18 മാസമായിരുന്നു കുടിശ്ശിക. വിവിധ തരത്തിൽ സർക്കാർ കൊടുക്കാനുള്ള പണം എല്ലാം ബാധ്യതയായി കിടക്കുകയായിരുന്നു. ഇത് പണത്തിൻ്റെ കാര്യം. തകരാത്ത മേഖലകളൊന്നും ഉണ്ടായിരുന്നില്ല. എല്ലാ മേഖലയും തകർന്നിരുന്നു. നാടാകെ നിരാശയിലായിരുന്നു. ഇതിനാണ് 2016 അധികാരത്തിൽ വന്ന LDF ഗവൺമെൻറ് മാറ്റമുണ്ടാക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ LDF ജനങ്ങൾക്ക് നൽകിയ വാഗ്ദാനം അത് പൂർണ്ണമായി LDF സർക്കാർ നിറവേറ്റുകയായിരുന്നു. നാട് അഭിവൃദ്ധിയിലേക്ക് കുതിച്ചു. എല്ലാ രംഗവും മെച്ചപ്പെട്ടു. അതോടൊപ്പം ഭരണ നടപടികൾ ജനങ്ങൾക്ക് കടുത്ത അതൃപ്തിയാണ് നേരത്തെ ഉണ്ടായിരുന്നത്. സുതാര്യമല്ല, വലിയ കാലതാമസം, അഴിമതി, കെടുകാര്യസ്ഥത, വലിയ അതൃപ്തി ജനങ്ങൾക്കാകെ. ഇതിനാകെ മാറ്റം വന്നു. നമ്മുടെ ഭരണരംഗം സുതാര്യമായി.
ജനങ്ങൾക്ക് അതിവേഗതയിൽ കാര്യങ്ങൾ അറിയാനും തീരുമാനങ്ങൾ ലഭിക്കുന്നതിനും ഇടയാക്കി. നമ്മുടെ ജനങ്ങൾ ഏറ്റവും അധികം ബന്ധപ്പെടുന്ന വില്ലേജ് ഓഫീസുകൾ സ്മാർട്ട് വില്ലേജ് ഓഫീസുകളായി. പഞ്ചായത്ത് ഓഫീസുകൾ പഞ്ചായത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ മിക്കവാറും എല്ലാം ഓൺലൈനിലായി. ആരും ഓഫീസിൽ പോയി കാത്തു നിൽക്കേണ്ട കാര്യമില്ല. വലിയ മാറ്റം ഭരണ നടപടികളിലുണ്ടായി. ഭരണത്തിൻ്റെ സ്വാദ് ജനങ്ങൾക്ക് അനുഭവിക്കാനിടയായി. അതേപോലെ തന്നെ നാടിൻ്റെ മുന്നോട്ട് പോക്കിന് സഹായിക്കുന്ന പദ്ധതികൾ കൃത്യമായി ആസൂത്രണം ചെയ്യപ്പെട്ടു, ശരിയായ രീതിയിൽ നടപ്പാക്കപ്പെട്ടു. ജനങ്ങളെ അതുമായി പൂർണ്ണമായി സഹകരിച്ചു. ജനങ്ങൾക്ക് ഈ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് കൃത്യമായ ധാരണയുണ്ടായി. ഇതിൻ്റെല്ലാം ഫലമായി ഓരോ രംഗവും വൻതോതിലാണ് അഭിവൃദ്ധിപ്പെട്ടത്. നമ്മുടെ ജനങ്ങൾ എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ തലത്തിലേക്ക് കേരളം വികസിക്കുന്നുവെന്ന സാഹചര്യം വന്നു. നമുക്ക് ഈ കഴിഞ്ഞ കാലയളവ് വലിയ തോതിൽ ദുരന്തങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന കാലമാണ്. ആ ദുരന്തം പ്രകൃതി ദുരന്തമുണ്ട്, മാരകമായ രോഗങ്ങളുണ്ട്. കേരളത്തെ വലിയ തോതിൽ പ്രതികൂലമായി ബാധിച്ചവയായിരുന്നു. 2018 നൂറ്റാണ്ടിലെ മഹാപ്രളയം, തൊട്ടടുത്ത വർഷമുണ്ടായ അതിരൂക്ഷമായ കാലവർഷക്കെടുതി, ലോകത്തെ ആകെ വിറങ്ങലിപ്പിച്ച കോവിഡ് മഹാമാരി, ഇതിനെല്ലാം മുൻപുണ്ടായ ഓക്കിയും നിപ്പായും എല്ലാം കൂടി കേരളത്തിന് വലിയ തോതിലുള്ള തകർച്ച ഉണ്ടാകാനിടയുള്ള നില വന്നു. അത്തരമൊരു ഘട്ടത്തിൽ ഏതൊരു സംസ്ഥാനത്തിനും സഹായം ലഭിക്കണം. കേരളത്തിനും സഹായം ലഭിക്കേണ്ടതുണ്ടായിരുന്നു. കേന്ദ്ര ഗവൺമെൻറ്റാണ് ആ സഹായം നൽകേണ്ടത്. രാജ്യത്ത് ഇത്തരം ദുരന്തങ്ങൾ നേരിടേണ്ടി വന്ന എല്ലാ സംസ്ഥാനങ്ങൾക്കും സഹായം ലഭിച്ചിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അവസ്ഥ നിർഭാഗ്യമായിരുന്നു. നമ്മൾ നിർഭാഗ്യവാന്മാരായിരുന്നു. നമുക്ക് കേന്ദ്രത്തിൽ നിന്ന് സഹായം ലഭിച്ചില്ല. കേന്ദ്രം സഹായിച്ചില്ല എന്ന് മാത്രമല്ല, കേരളം വല്ലാതെ തകരുന്നുവെന്ന് കണ്ട് കേരളത്തെ നെഞ്ചേറ്റിയ രാഷ്ട്രങ്ങൾ ചിലത് കേരളത്തെ സഹായിക്കാൻ മുന്നോട്ട് വന്നു. സഹായം കേന്ദ്ര ഗവൺമെൻറ് വഴിയേ തരാൻ പറ്റൂ. കേന്ദ്ര ഗവൺമെൻറ്റിനെ അവർ അറിയിച്ചു, ഞങ്ങൾ കേരളത്തെ സഹായിക്കാൻ ഉദ്ദേശിക്കുന്നു. സ്വീകരിക്കില്ല. മറുപടിയാണ്, ഞങ്ങൾ സഹായം സ്വീകരിക്കില്ല. കേന്ദ്ര ഗവൺമെൻറ് നിഷ്കരുണം ആ സഹായം തരാമെന്ന ഓഫർ തള്ളി. ഇത് കേരളത്തിൻ്റെ കാര്യത്തിൽ സ്വീകരിച്ച
പുതുമയാർന്ന നടപടിയായിരുന്നു. ഒരു ഘട്ടത്തിലും നമ്മെ സഹായിച്ചില്ല. ഈ നൂറ്റാണ്ടിലെ മഹാപ്രളയത്തിൻ്റെ കാര്യത്തിൽ മാത്രമല്ല, ഓരോ ഘട്ടത്തിലും ഉണ്ടായ ദുരന്തത്തിലൊന്നും സഹായമുണ്ടായില്ല. ഏറ്റവും ഒടുവിൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വയനാട്ടിൽ എല്ലാവരും പ്രതീക്ഷിച്ചു ഇത്തവണ സഹായം ലഭിക്കുമെന്ന്. പക്ഷെ അതിനും സഹായം ലഭിച്ചില്ല. നമ്മുടെ നാട് രക്ഷപ്പെടരുത് എന്ന വികാരം, മാത്രമല്ല കേരളം തകരട്ടെ എന്ന ചിന്ത, ഇതിവിടം കൊണ്ട് നിൽക്കുന്നില്ല. നമ്മുടെ നാടിന് അർഹതപ്പെട്ട കേന്ദ്ര സഹായമുണ്ട്. കേന്ദ്രം സഹായിക്കുന്നത് ഭരണഘടനാ ബാധ്യതയാണ്. ഇപ്പോൾ രാജ്യത്തെ നികുതി വരുമാനം മിക്കവാറും മുഴുവൻ കേന്ദ്രത്തിനാണ് പോകുന്നത്. അങ്ങനെയുള്ള വരുമാനത്തിൽ സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതമുണ്ട്, അത് നൽകിയിരിക്കണം. പക്ഷേ നമ്മുടെ കാര്യത്തിലെ സ്ഥിതി എന്താ? നമ്മൾ രാജ്യത്തെ ജനസംഖ്യയുടെ 2.5 നമ്മുടെ ജനസംഖ്യ. നമുക്ക് കിട്ടുന്ന നികുതി വിഹിതമോ 1.9. എത്ര വലിയ കുറവാണെന്ന് നോക്കണം. ജനസംഖ്യാനുപാതികമായ നികുതി വിഹിതം പോലും നമുക്ക് നൽകുന്നില്ല. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനത്ത് ലഭിക്കേണ്ട മറ്റൊട്ടേറെ വിഹിതങ്ങളുണ്ട്. ഒരു കാര്യത്തിലും അർഹമായ വിഹിതം നൽകുന്നില്ല. ഒരു സംസ്ഥാനത്തിൻ്റെ വികസനത്തിന് വായ്പ എടുക്കേണ്ടതായിട്ട് വരും. വായ്പ എടുക്കാൻ സംസ്ഥാനങ്ങൾക്ക് അധികാരമുണ്ട്. അതിനുള്ള ധന ഉത്തരവാദിത്വ നിയമമുണ്ട്. അതിൻ്റെ പരിധിക്കുള്ളിൽ നിന്ന് വായ്പ എടുക്കാവുന്നതാണ്. പക്ഷേ നമ്മുടെ കാര്യത്തിൽ കേന്ദ്ര ഗവൺമെൻറ് പരിധി കൊണ്ടുവന്നു. അന്യായമായി ആ പരിധി വെട്ടിക്കുറച്ചു. എന്താണ് അതിൻ്റെ ഫലം? വായ്പ എടുക്കുന്ന പണം മറ്റാവശ്യങ്ങൾക്കല്ല ചെലവഴിക്കുന്നത്, നാടിൻ്റെ വികസനത്തിനാണ്. 90% വികസന മൂലധന ചെലവിനാണ് ആ പണം. പക്ഷേ നമുക്ക് അങ്ങനെ വികസനം വേണ്ട എന്ന നിലപാട് കേന്ദ്ര ഗവൺമെൻറ്റിന്. അതിൻ്റെ ഭാഗമായി അതിലും വെട്ടിക്കുറവ്. ഇതേ ഘട്ടത്തിൽ തന്നെ അനുവദിച്ച തുക മുഴുവനായിട്ടും എടുക്കാതിരിക്കാനുള്ള നടപടികൾ. നമ്മൾ കിഫ്ബി മുഖേന നടത്തുന്ന പ്രവർത്തനമുണ്ട്. കിഫ്ബി അതിന് വായ്പ എടുക്കുന്നുണ്ട്. ഇന്ത്യ ഗവൺമെൻറ് കിഫ്ബി എടുക്കുന്ന വായ്പ സംസ്ഥാനത്തിൻ്റെ വായ്പയായി പരിഗണിക്കുമെന്നും ആ തുക സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്ന് വെട്ടിക്കുറക്കുമെന്നും പറഞ്ഞു നടപടിയും ആരംഭിച്ചു. അപ്പോൾ ന്യായമായൊരു ചോദ്യം നമ്മൾ ചോദിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ടല്ലോ കേന്ദ്രത്തിൻ്റെ കയ്യിൽ, അതടക്കമുള്ള കേന്ദ്ര ഏജൻസികൾ എടുക്കുന്ന വായ്പയുണ്ട്. ആ വായ്പ ഇന്ത്യ ഗവൺമെൻറ് വായ്പയായി പരിഗണിക്കുന്നില്ല. അതേപോലെ കിഫ്ബി എടുക്കുന്ന വായ്പ എന്തുകൊണ്ട് പരിഗണിച്ചുകൂടാ? അതിനുത്തരമില്ല. കേരളം തകരട്ടെ എന്ന മനോഭാവം. ഇതിനെതിരെ കേന്ദ്ര ഗവൺമെൻറ്റിൽ നിവേദനം പലതും നമ്മൾ നടത്തി.
മാത്രമല്ല വലിയ തോതിൽ പ്രക്ഷോഭവും നടത്തി. സുപ്രീം കോടതിയെ സമീപിച്ചു. നമ്മുടെ വാദം കേട്ട സുപ്രീം കോടതി കേരളം ഉന്നയിക്കുന്ന പ്രശ്നങ്ങളിൽ കഴമ്പുണ്ട് എന്ന് കണ്ടെത്തി. അതിൻ്റെ ഭാഗമായി ഭരണഘടനാ ബെഞ്ചിന് വിട്ടു. ആ പ്രശ്നം വിശദമായി കേൾക്കാൻ ഭരണഘടനാ ബെഞ്ചിനിപ്പോൾ വിട്ടിരിക്കുകയാണ്. ഇവിടെ ഇതോടൊപ്പം കാണേണ്ട ഒരു കാര്യമുണ്ട്. എന്തുകൊണ്ടാണ് കേരളത്തോട് ഇങ്ങനെയൊരു നിലപാട് BJP സ്വീകരിച്ചത്? നമുക്ക് ഒരു സംസ്ഥാനമെന്ന നിലക്ക് എന്തെങ്കിലും കുറവുകളുണ്ടോ? രാജ്യത്തിന് അനുഭിബന്ധമായി നിൽക്കുന്ന ഒരു നാടാണോ കേരളം? ആ ഒരു പരിശോധനയിലേക്ക് കടന്നാൽ രാജ്യത്തിന് അഭിമാനം ചാർത്തുന്ന ഒട്ടേറെ സംഭാവനകൾ നൽകിയ സംസ്ഥാനമാണ് കേരളം എന്ന് കാണാൻ കഴിയും. പിന്നെ എന്താണ്? അവിടെയാണ് രാഷ്ട്രീയം വരുന്നത്. രാജ്യം ഭരിക്കുന്നത് BJP. BJPക്ക് നേതൃത്വം കൊടുക്കുന്നത് RSS. RSSും BJPയും രാജ്യത്തിൻ്റെ മറ്റു ഭാഗങ്ങളിൽ ചിലയിടത്ത് വളർച്ച നേടിയിട്ടുണ്ട്. അത് കേരളത്തിലുണ്ടാകുന്നില്ല. ഇവിടെ കേരളം RSSനെയും BJPയെയും സ്വീകരിക്കുന്നില്ല. നമ്മുടെ നാട് ജാതിഭേദവും മതദ്വേഷവുമില്ലാതെ എല്ലാവരും സോദരരായി കഴിയുന്ന നാടാണ്. മതനിരപേക്ഷതയുടെ വിളനിലമാണിവിടെ. അതുകൊണ്ട് തന്നെ RSSനെയും BJPയെയും ഉൾക്കൊള്ളാൻ കേരളവും കേരളീയരും തയ്യാറാകുന്നില്ല. ഇതിനോട് പൊരുത്തപ്പെടാൻ BJPക്കാവുന്നില്ല. കടുത്ത വിരോധം, അത് പകയായി വിദ്വേഷമായി മാറുന്നു. കേരളം തകരട്ടെ എന്ന വികാരം. ഇത് BJPയുടെ കാര്യം. എന്നാൽ ഇത്തരത്തിൽ നമ്മുടെ നാടിനെ തകർക്കാനുള്ള ശ്രമം നടക്കുമ്പോൾ ആ ശ്രമത്തെ നാട് എന്ന നിലക്ക് ചോദ്യം ചെയ്യേണ്ടതില്ലേ? ആ കാര്യത്തിൽ കോൺഗ്രസും UDFും സ്വീകരിച്ച നിലപാടെന്താണ്? ഇത്തരം കാര്യങ്ങളിൽ BJPയെ ചോദ്യം ചെയ്യാൻ കോൺഗ്രസും UDFും തയ്യാറായില്ല. നമ്മുടെ നാടിനെ വലിയ തോതിൽ അവഗണിക്കുമ്പോൾ അരയക്ഷരം അതിനെതിരെ കോൺഗ്രസും UDFും ശബ്ദിച്ചില്ല. പാർലമെൻറ്റിലെ കേരളത്തിൻ്റെ പ്രതിനിധികളായി നിരനിരയായി ഇരിക്കുന്ന UDF MPമാരുണ്ട്. അവരുടെ കൂട്ടത്തിൽ ഒരാൾ പോലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ തെറ്റായ സമീപനത്തെ വിമർശിക്കാൻ തയ്യാറായില്ല. BJPക്ക് മനസ്സിന് ചെറിയ വിഷമം പോലും ഉണ്ടാകരുത് എന്ന നിർബന്ധം കോൺഗ്രസിനും UDFിനും. അതിൻ്റെ ഭാഗമായി പാർലമെൻറ്റിൽ സംസാരിക്കുമ്പോഴൊക്കെ കേരളത്തെയും കേരള സർക്കാരിനെയും കുറ്റപ്പെടുത്താനാണ് UDF MPമാർ ശ്രമിച്ചത്. എല്ലാം നാടിനെതിരെ വന്നപ്പോൾ പ്രക്ഷോഭം നടത്താൻ നാം തയ്യാറായ ഘട്ടത്തിൽ
കോൺഗ്രസിനോടും UDF-നോടും നമ്മൾ അഭ്യർത്ഥിച്ചു, ഇത് നാടിൻ്റെ പ്രശ്നമാണല്ലോ, നമുക്ക് ഒന്നിച്ച് കേരളത്തിൻ്റെ പ്രതിഷേധം രേഖപ്പെടുത്താലോ. അവരെ മറുപടി, ഇല്ല, ഞങ്ങളില്ല. എന്താ അത് കാണിക്കുന്നത്? അവര് 2016 വരെ കേരളത്തിൽ ഓരോ ഘട്ടത്തിലും ഭരണം നടത്തിയവരല്ലേ, വിവിധ ഘട്ടങ്ങളിൽ ഭരണം നടത്തിയവരല്ലേ. അവർക്ക് എങ്ങനെയാണ് BJP-യോടൊപ്പം ചേർന്ന് കേരളം തകരട്ടെ എന്ന വികാരമുണ്ടായത്? എന്താണതിനിടയാക്കിയത്? LDF-നോട് അവർക്ക് വിരോധമുണ്ട്. അതിൻ്റെ ഭാഗമായി നാട് തകരട്ടെ എന്ന നിലപാടെടുക്കാമോ? അതല്ലേ കോൺഗ്രസിൻ്റെയും UDF-ൻ്റെയും ഭാഗത്ത് നിന്നുണ്ടായത്? ഇവരെല്ലാം ആഗ്രഹിച്ചത് കേരളത്തിൻ്റെ തകർച്ചയായിരുന്നു. പക്ഷേ ആ തകർച്ചയല്ല ഇവിടെ ഉണ്ടായത്. ലോകവും രാജ്യവും ആശ്ചര്യപ്പെടുമാറുള്ള അതിജീവനമാണ് നാം നടത്തിയത്. ആ അതിജീവനം എങ്ങനെയാണ് സാധ്യമായത്? നമ്മുടെ നാടും ജനങ്ങളും നല്ല ഒരുമയോടെ, ഐക്യത്തോടെ ഈ കാര്യങ്ങളുടെ ഒപ്പം നിന്നു. അപ്പോൾ ഒന്നും അസാധ്യമല്ല എന്ന നിലയുണ്ടായി. അതുകൊണ്ടാണ് കേരളം വിജയകരമായ രീതിയിൽ അതിജീവനം നടത്തിയത്. ഈ കഴിഞ്ഞ കാലത്തെക്കുറിച്ച് വിലയിരുത്തുന്ന കേരളീയർക്ക് പൊതുവിൽ അഭിമാനിക്കാൻ ഒട്ടേറെ കാര്യങ്ങളാണല്ലോ ഉണ്ടായിട്ടുള്ളത്. 2021 തുടർഭരണം സമ്മാനിച്ചതിൻ്റെ ഭാഗമായാണല്ലോ ഇന്ന് കേരളം ലോകത്തിൻ്റെ ഏറ്റവും വലിയ ശ്രദ്ധാകേന്ദ്രമായിരിക്കുന്നത്. ഏത് കാര്യത്തിലാണത്? കഴിഞ്ഞ നവംബർ 1 നാം ഒരു പ്രഖ്യാപനം നടത്തി. കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നുവെന്ന്. എങ്ങനെയാണ് അത്തരമൊരവസ്ഥയിലേക്ക് കേരളത്തിനെത്താൻ കഴിഞ്ഞത്? നമ്മുടെ നാട് LDF ഭരിക്കുന്നു എന്നുള്ളത് കൊണ്ടല്ലേ. കോൺഗ്രസിനോ BJP-ക്കോ ഇത്തരമൊരു അവസ്ഥ ഉണ്ടാക്കാൻ കഴിയുമോ? കാരണം അവരംഗീകരിക്കുന്ന നയം, രണ്ടു കൂട്ടരുടെയും നയം ഒരേ നയമാണ്. ആഗോളവൽക്കരണ നയം. ആഗോളവൽക്കരണ നയം കോർപ്പറേറ്റുകളെയാണ് സഹായിക്കുന്നത്. പാവപ്പെട്ടവരെ കൂടുതൽ പാപ്പരീകരിക്കുകയാണ്. ആ നയമല്ല LDF-ൻ്റേത്. LDF-ൻ്റേത് ജനപക്ഷത്ത് നിൽക്കുന്ന നയമാണ്. അതിൻ്റെ ഭാഗമായി ജനങ്ങളുടെ കൂടെ നിൽക്കുന്ന, ജനങ്ങൾക്ക് വേണ്ടിയുള്ള കാര്യങ്ങളാണ് LDF നടപ്പാക്കുക. അതുകൊണ്ടാണ് 64,006 കുടുംബം നമ്മുടെ കേരളത്തിൽ അതിദാരിദ്ര്യ വിഭാഗത്തിൽപ്പെടുന്നവയാണ് എന്ന് കേട്ടപ്പോൾ എന്തുകൊണ്ട് ആ കുടുംബങ്ങളെ അതിദാരിദ്ര്യമുക്തമാക്കിക്കൂടാ എന്ന് ആലോചിക്കാൻ LDF-നായത്. അത് LDF-നെ ചിന്തിക്കാൻ കഴിയൂ. കാരണം പാവപ്പെട്ടവരോട് പ്രതിബദ്ധതയുള്ള മുന്നണിയാണത്. ഓരോ കുടുംബത്തെ എടുത്തുകൊണ്ടാണ് അവരുടെ ക്ലേശഘടകം മനസ്സിലാക്കി അവ പരിഹരിച്ച് ആ കുടുംബത്തെ അതിദാരിദ്ര്യമുക്തമാക്കിയത്.
64,006 കുടുംബവും. അങ്ങനെ അതിദാരിദ്ര്യമുക്തമായപ്പോൾ പ്രഖ്യാപിച്ചു കേരളം അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നുവെന്ന്. ഇതാണ് അതിൻ്റെ നടപടിക്രമം. LDF അല്ലെങ്കിൽ സാധിക്കുമോ? ഒരുപാട് നേട്ടങ്ങളുടെ വിവരണം നടത്താനുണ്ട്. അതിലേക്ക് ഇപ്പോൾ വിശദമായിട്ട് പോകുന്നില്ല. ഒരു കാര്യം, ഈ കഴിഞ്ഞ 10 വർഷക്കാലം നമ്മുടെ കേരളം നല്ല ശാന്തിയും സമാധാനവുമുള്ള സ്ഥലമാണല്ലോ. ഇതുപോലെ സുരക്ഷിതമായി ജീവിക്കാനുള്ളൊരിടം നമ്മുടെ രാജ്യത്ത് വേറെ എവിടെയുണ്ട്? മറ്റ് നാട്ടുകാരൊക്കെ കൊതിക്കുകയല്ലേ കേരളത്തിൽ വന്ന് ജീവിക്കാൻ വേണ്ടി? അത്രയും സുരക്ഷിതമല്ലേ നമ്മുടെ നാട്? ഇവിടെ ഈ 10 വർഷം വർഗീയ സംഘർഷമോ വർഗീയ കലാപമോ ഉണ്ടായില്ല. എന്തുകൊണ്ടാണത്? കേരളത്തിന് മുൻപ് വർഗീയ കലാപം ഉണ്ടായിട്ടില്ലേ? എത്ര? എന്തെല്ലാം സംഭവങ്ങൾ? എത്ര പേര് കൊല ചെയ്യപ്പെട്ടു? എത്ര പേർക്ക് മാരകമായി പരിക്കേറ്റു? വീടുകൾ, സ്ഥാപനങ്ങൾ, ആരാധനാലയങ്ങൾ ആക്രമിക്കുകയും തകർക്കുകയും കൊള്ളയടിക്കുകയും ഒക്കെ ചെയ്തില്ലേ? ഇതിനെല്ലാം പൂർണ്ണവിരാമം ഈ കഴിഞ്ഞ 10 വർഷം ഒരു വർഗീയ സംഘർഷമോ ഒരു വർഗീയ കലാപമോ ഇല്ല. എന്തുകൊണ്ടാണത്? LDF അധികാരത്തിലുള്ളതുകൊണ്ട്. LDFന് ഒരു വർഗീയതയോടും വിട്ടുവീഴ്ചയില്ല. എല്ലാ വർഗീയതയും ശക്തമായി എതിർക്കും. ഒരു വർഗീയതയും ചാരി നിൽക്കില്ല. എവിടെയെങ്കിലും വർഗീയ സംഘർഷമുണ്ടായാൽ കർക്കശമായ നടപടി അതിലൂടെ നേരിടും. അതായത് വർഗീയ ശക്തികൾക്ക് തല പൊക്കാനാവില്ല. അതല്ലേ നമ്മൾ അനുഭവിക്കുന്ന സമാധാനപരമായ ജീവിതത്തിൻ്റെ കാരണം. ജനങ്ങളാകെ ഇത് LDFന് മാത്രം ചെയ്യാൻ കഴിയുന്ന കാര്യം അല്ലേ എന്നാണ് ചോദിക്കുന്നത്. മറ്റാർക്ക് കഴിയും ഇത്തരമൊരവസ്ഥ നാടിന് സൃഷ്ടിക്കാൻ? ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ LDFന് മാത്രം കഴിയുന്നവയാണ് എന്ന് ഈ കേരളം തെളിയിച്ചിരിക്കുന്നു. ഞങ്ങളെപ്പോഴും ജനപക്ഷത്താണ് നിന്നിട്ടുള്ളത്, ജനങ്ങളോടൊപ്പമാണ് നിന്നിട്ടുള്ളത്, ജനങ്ങളെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത്. ജനങ്ങളും ഞങ്ങളെ വിശ്വസിച്ചിട്ടുണ്ട്. ഈ യാത്രയിൽ എല്ലാ ഘട്ടത്തിലും നാടും ജനങ്ങളും ഞങ്ങളോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പിനെയും ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ നേരിടുന്നത്. അതിൻ്റെ ഭാഗമായി ജനങ്ങൾ നല്ല രീതിയിൽ തന്നെ LDFനെ പിന്താങ്ങുന്നു എന്നതാണ് അനുഭവം. നമ്മുടെ നാട്ടിൽ ഗവൺമെൻറ്റിൻ്റെ നടപടികളെ ഓരോന്നോരോന്നായി എടുത്ത് വിമർശിക്കാൻ ഒരാളും തയ്യാറാകുന്നില്ല എന്ന് കണ്ടുകൊള്ളണം. എന്തുകൊണ്ടാണത്? വിമർശിക്കാനൊന്നുമില്ല. അതുതന്നെ കാരണം. ഇവിടെ നുണകളാണ് പ്രചരിപ്പിക്കുന്നത്. വലിയ തോതിൽ നുണകൾ സൃഷ്ടിക്കാൻ നോക്കുകയാണ്. പണ്ട് ഗീബൽസ് പറഞ്ഞിട്ടുണ്ട്, നുണ ശക്തമായി അവതരിപ്പിക്കണം, സത്യമാണെന്ന് തോന്നത്തക്ക രീതിയിൽ അവതരിപ്പിക്കണം, ആവർത്തിച്ച് ശക്തമായി അവതരിപ്പിക്കണം, അപ്പോൾ നുണ സത്യമാവും. ഗീബൽസിനെ കടത്തിവെട്ടുന്ന നിലയാണ് നമ്മുടെ കേരളത്തിൽ LDFനെ നേരിടുന്നവർ സ്വീകരിക്കുന്നത്. പക്ഷെ അതൊന്നും ജനങ്ങൾ സ്വീകരിക്കില്ല. നുണ യഥാർത്ഥ കാര്യങ്ങൾ എത്തുന്നവരെ അതിന് ആയുസുള്ളൂ. അപ്പോൾ നുണ എത്തുന്നവരുടെ അടുത്ത് യഥാർത്ഥ കാര്യങ്ങൾ എത്തണമെന്നേ ഉള്ളൂ. അത് LDF പ്രവർത്തകരാണ് എത്തിക്കേണ്ടത്. കൃത്യമായി വസ്തുതകൾ ആളുകളുടെ അടുത്തെത്തിയാൽ നുണ അപ്പോൾ പൊളിയും. ഈ തെരഞ്ഞെടുപ്പിൽ നല്ല ആത്മവിശ്വാസത്തോടെ തന്നെയാണ് LDF മത്സരിക്കുന്നത്. അതിന് കാരണം അന്തിമവിധി ജനങ്ങളുടേതാണ്. ജനങ്ങൾ എല്ലാ ഘട്ടത്തിലും LDFനോടൊപ്പമാണ് എന്നത് തന്നെയാണ്. ഇവിടെ ഈ പൊന്നാനി എല്ലാ ഘട്ടത്തിലും LDFനെ പൂർണ്ണമായി സ്വീകരിക്കുന്ന ഒരു മണ്ഡലമാണ്. ഈ മണ്ഡലത്തിൽ ഞങ്ങൾ ഇത്തവണ സ്ഥാനാർത്ഥിയായി നിർത്തിയിട്ടുള്ളത് സഖാവ് സക്കീറിനെയാണ്. സക്കീറിനെ പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല.
കേരളത്തിന് അദ്ദേഹത്തെ അറിയാം. നല്ല നിലയിൽ അദ്ദേഹത്തെ ഏൽപ്പിച്ച ചുമതലകൾ നിർവഹിച്ചിട്ടുള്ളതാണ്. PSCയുടെ ചെയർമാൻ എന്ന നിലക്ക് വളരെ സുത്യർഹമായ പ്രവർത്തനമാണ് അദ്ദേഹം കാഴ്ചവെച്ചത്. വഖഫ് ബോർഡിൻ്റെ ഉത്തരവാദിത്വം ഏൽപ്പിച്ചപ്പോൾ അതിലും കാര്യങ്ങൾ നല്ല നിലക്ക് നിർവഹിച്ചു വരികയായിരുന്നു. ഏതായാലും നല്ല കാര്യശേഷിയുള്ള ഒരു ആളാണ് സഖാവ് സക്കീർ എന്ന് പൊതുവെ നിങ്ങൾക്കെല്ലാവർക്കും അറിയാം. നല്ല നിലയിൽ വലിയ ഭൂരിപക്ഷത്തോടെ സക്കീറിനെ ഈ തെരഞ്ഞെടുപ്പിൽ വിജയിപ്പിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ അഭിവാദ്യം. ശരി. പൊന്നാനി മണ്ഡലത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് MK സക്കീർ വോട്ടഭ്യർത്ഥിച്ചുകൊണ്ട് സംസാരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പൊന്നാനി മണ്ഡല പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ, അതുപോലെ തന്നെ വേദിയിലുള്ള MLA P നന്ദകുമാർ, അധ്യക്ഷൻ രാജൻ, മറ്റ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രവർത്തകരെ, നേതാക്കന്മാരെ, ഞാൻ ഞങ്ങളുടെ പ്രതിനിധിയായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ജനവിധി തേടുകയാണ്. എൻ്റെ തെരഞ്ഞെടുപ്പ് ചിഹ്നം അരിവാൾ ചുറ്റുക നക്ഷത്ര മലയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ രേഖപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള സകല പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്നതിൻ്റെ ഒരുക്കത്തിലാണ് നമ്മൾ ഈ കൺവെൻഷൻ വിളിച്ചു ചേർത്തിട്ടുള്ളത്. നമുക്കറിയാം, കേരളം മൊത്തം എല്ലാ അർത്ഥത്തിലും സമാനതകളില്ലാതെ മുന്നോട്ട് പോയപ്പോൾ അതിനോടൊപ്പം നിവർന്ന് നിന്ന് മുന്നോട്ട് കൊണ്ടുപോയ മണ്ഡലമാണ് പൊന്നാനി മണ്ഡലം. പൊന്നാനി മണ്ഡലത്തിലെ വികസനത്തിൻ്റെ നേർക്കാഴ്ചകൾ നമുക്കെല്ലാം സുപരിചിതമാണ്. ഇനിയും ഏറെ പൊന്നാനി മുന്നോട്ട് പോകേണ്ടതുണ്ട്. പൊന്നാനിയുടെ മുന്നോട്ട് പോക്കിന് സധൈര്യം ഞങ്ങളുടെ മുന്നിൽ ഒരു പോരാളിയായി, യോദ്ധാവായി പൊന്നാനിക്ക് ആവശ്യമായ എല്ലാ കാര്യങ്ങളും നേടിയെടുക്കുന്നതിനും പൊന്നാനിയുടെ മുന്നോട്ട് പോക്കിന് നിങ്ങളോടൊപ്പം നയിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ സദാ ഒരുക്കമാണെന്നും അതിൻ്റെ ഭാഗമായി നടക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഒരു ആശയപ്രചരണം കൂടിയായ വികസനത്തിൻ്റെ നേട്ടങ്ങൾ അംഗീകരിപ്പിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായ ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ നമുക്ക് വിജയിക്കാനാകും. അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ പൊന്നാനി കാണിച്ചു തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് മുന്നേറാം. ഈ പൊതുയോഗവും അതുപോലെ തന്നെ എല്ലാം ഒന്നിനൊന്ന് നമുക്ക് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന ഭൂരിപക്ഷത്തിൽ വിജയിക്കുന്ന പക്ഷം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുമെന്ന് ഉറപ്പാണ്. കേരളത്തിലെ സകലമാന സർവേകളും ആദ്യം കുറെ പണിയൊക്കെ എടുത്തു നോക്കി. കേവലം കുറച്ച് സീറ്റുകൾ മാത്രമേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കാൻ സാധ്യമാകുകയുള്ളൂ എന്ന പല സിൻഡിക്കേറ്റുകളും സർവേകളും നടത്തിയെങ്കിലും ഇന്ന് അതൊക്കെ മാറി മറിഞ്ഞിരിക്കുകയാണ്. ഏറ്റവും ഉയർന്ന നിലവാരത്തിൽ തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി
അതിൻ്റെ വിജയം കൈവരിക്കുമെന്നാണ് ഇപ്പം എല്ലാവരും സമ്മതിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ആ സമ്മതം മാത്രം മതി നമുക്ക് വിജയിച്ച് കയറാൻ. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളത്തിൽ അധികാരത്തിലെത്തുമെന്നും പൊന്നാനിയുടെ അസംബ്ലി മണ്ഡലത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രതിനിധി നിയമസഭയിൽ ഉണ്ടായിരിക്കുമെന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് പ്രിയപ്പെട്ട എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് വിജയിപ്പിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മലപ്പുറം ജില്ലാ കൺവീനർ സഖാവ് പി കെ കൃഷ്ണദാസ്. പ്രിയമുള്ള അധ്യക്ഷൻ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ അസംബ്ലി കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ സഖാവ് പി രാജൻ, നമുക്കേറെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥി സഖാവ് എം കെ സക്കീർ ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതാക്കന്മാരെ, പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഏപ്രിൽ മാസം 9-ാം തീയതി നടക്കാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിശേഷങ്ങൾ, ആ തെരഞ്ഞെടുപ്പിനെ നയിക്കുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായിട്ടുള്ള മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ എത്ര ആത്മവിശ്വാസത്തോടു കൂടിയാണ് നിങ്ങളുടെ മുമ്പാകെ കാര്യങ്ങൾ അവതരിപ്പിച്ചത് എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ടതാണ്. 10 വർഷക്കാലം ഭരണം നടത്തിയ ഒരു സർക്കാർ വീണ്ടും ജനങ്ങളെ അഭിമാനത്തോടുകൂടി അഭിമുഖീകരിക്കുന്നു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. ഇവിടെ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ആരവം മുഴങ്ങുകയാണ്. പക്ഷേ 10 വർഷക്കാലം ഭരണം നടത്തിയ ഒരു മുന്നണിയെ സംബന്ധിച്ച്, അതിൻ്റെ മന്ത്രിമാരെ സംബന്ധിച്ച് ഏതെങ്കിലും തരത്തിലുള്ള ഒരു അഴിമതി ആരോപണം ഉന്നയിക്കാൻ നിലവിലുള്ള പ്രതിപക്ഷത്തിന് പോലും കഴിയുന്നില്ല എന്ന് പറയുമ്പോഴാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണം എത്രമാത്രം ജനസമ്മതിയുള്ളതായിരുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുന്നത്. എന്താണ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ സമീപിക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ള ആവേശം എന്നതിൻ്റെ കാര്യം ഈ മുന്നണി ഉയർത്തിപ്പിടിക്കുന്ന വികസനമാണ്. കഴിഞ്ഞ 10 വർഷക്കാലമായി സമാനതകളില്ലാത്ത വികസന പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ UDFന്റെ MLA-മാർ പോലും പറയുന്നത് ഞങ്ങളുടെ മണ്ഡലത്തിൽ 500 കോടിയുടെയും 600 കോടിയുടെയും ഒക്കെ വികസന പ്രവർത്തനങ്ങൾ നടന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ അവർ പറയുന്നതാണ് ശരി. ആ MLA പ്രതിപക്ഷമാണോ ഭരണപക്ഷമാണോ എന്ന് നോക്കാതെ കേരളത്തിന്റെ സമഗ്ര പുരോഗതി ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സർക്കാർ പ്രവർത്തിച്ചപ്പോൾ വലിയ നേട്ടം നമുക്കുണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞു. വികസനത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ കോൺഗ്രസ്സുകാർ പറയാൻ ശ്രമിക്കുന്നത് ഏത് ഗവൺമെന്റ് ഭരിച്ചാലും വികസനം ഉണ്ടാകും എന്നുള്ളതാണ്. അങ്ങനെയാണോ നമ്മുടെ അനുഭവം? മാറി മാറി വരുന്ന ഗവൺമെന്റുകൾ പലതും കേരളത്തിൽ ഭരിച്ചിട്ടുണ്ട്. പക്ഷേ നമുക്ക് എണ്ണി എണ്ണി പറയാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള വികസന പ്രവർത്തനങ്ങൾ ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തിൻ്റെ ഉള്ളിൽ നടന്നു എന്ന് പറയുമ്പോഴാണ് ഈ ഗവൺമെന്റിന്റെ വികസന നേട്ടത്തെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത്. യാഥാർത്ഥ്യബോധത്തോടു കൂടി അതിനെ കാണാൻ വേണ്ടി ശ്രമിക്കണം. ഒരു ഗവൺമെന്റ് എന്ന് പറയുന്ന കേന്ദ്രത്തിലെ സംവിധാനം കേരളത്തിലെ സർക്കാരിനോട് കാണിച്ച ചില അവഗണനയുണ്ട്. ആ അവഗണന എന്ന് പറയുന്നത് രാഷ്ട്രീയമാണ്. ഇന്ത്യ രാജ്യത്ത് ഉയർത്തിക്കൊണ്ടുവരുന്ന ഹിന്ദുത്വവാദത്തെ തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിനൊരു ബദലായി ഒരു കൊച്ചു സംസ്ഥാനം നിൽക്കുമ്പോഴാണ് കണ്ണിലെ കരടായി കേന്ദ്ര ഗവൺമെന്റിന് അത് അനുഭവപ്പെടുന്നത്. അതുകൊണ്ട് ഈ ചുവന്ന തുരുത്ത് കേരളത്തിലുള്ളത് കൂടി ഇല്ലാതാക്കണം. അതിനൊരു പക്ഷേ UDF വന്നാലും കുഴപ്പമില്ല എന്ന് കരുതുന്ന കേന്ദ്ര സർക്കാർ ഉള്ളപ്പോഴാണ് ഈ നേട്ടം നമ്മുടെ സർക്കാരിന് കൈവരിക്കാൻ വേണ്ടി കഴിഞ്ഞത്. നിങ്ങൾക്ക് ഓർമ്മയില്ലേ, നമ്മൾ ഒരുപാട് ദുരന്തങ്ങളിലൂടെ കടന്നു വന്നതാണ്. ആ ദുരന്തങ്ങളിലൂടെ കടന്നു വന്നപ്പോൾ ഈ കൊച്ചു കേരളത്തെ സഹായിക്കാൻ പല രാജ്യങ്ങളും മുന്നോട്ട് വന്നു. നമ്മുടെ മന്ത്രിമാർ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ യോഗം ചേർന്നുകൊണ്ട് തീരുമാനിച്ചു, വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ തീരുമാനിച്ചു. മന്ത്രിമാരെയും ഉദ്യോഗസ്ഥന്മാരെയും അതിനുവേണ്ടി നിയോഗിച്ചു. കേന്ദ്ര ഗവൺമെന്റിന് അനുവാദത്തിനു വേണ്ടി കത്തയച്ചു.
അനുവാദം ഗവൺമെന്റ് തന്നില്ല എന്ന് മാത്രമല്ല, അതിന് പല കാരണങ്ങളും പറഞ്ഞ് കേന്ദ്രം അത് നിരുത്സാഹപ്പെടുത്തി. പക്ഷേ സമാനമായ സാഹചര്യം മഹാരാഷ്ട്രയിൽ ഉണ്ടായപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് സ്വീകരിച്ച നയമെന്തായിരുന്നു? വിദേശ രാജ്യങ്ങളിൽ നിന്ന് പണം സ്വീകരിക്കുന്ന അനുവാദം മഹാരാഷ്ട്ര സർക്കാരിന് കൊടുത്തപ്പോഴാണ് കേരളത്തിന് അത് നിഷേധിച്ചത്. കേന്ദ്രം കേരളത്തിന് അനുവദിക്കേണ്ട പണം അനുവദിക്കുന്നില്ല എന്ന് കേരളത്തിന്റെ ബഹുമാനീയനായിട്ടുള്ള മുഖ്യമന്ത്രി ഇവിടെ പറഞ്ഞത് എത്രമാത്രം ശരിയാണ്? ഒരുപക്ഷെ ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സംസ്ഥാന സർക്കാർ ഇവിടെ ഒരു വികസനം കൊണ്ടുവരുന്നതിന് വേണ്ടി 5600 കോടി രൂപ നാഷണൽ ഹൈവേക്ക് വേണ്ടി മുടക്കിയത്. അത് ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയായിരുന്നു. നാട്ടിൽ വികസനങ്ങൾ വരണമെങ്കിൽ അതിനാവശ്യമായിട്ടുള്ള പശ്ചാത്തല സൗകര്യം ഒരുക്കണം എന്ന് തീരുമാനിച്ചപ്പോൾ നമ്മുടെ കയ്യിലുള്ള പൈസയാണെങ്കിലും അത് കൊടുത്തുകൊണ്ട് അത് യാഥാർത്ഥ്യമാക്കി. ഇന്ന് നമ്മൾ മനോഹരമായിട്ടുള്ള ആ റോഡിലൂടെ സഞ്ചരിക്കുകയാണ്. ഇവിടെ പറഞ്ഞു വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു കാര്യം. എന്തായിരുന്നു ആ കാര്യം? 2025 നവംബർ മാസം 1-ാം തീയതി ഈ കേരളത്തിന്റെ മുഖ്യമന്ത്രി ഒരു പ്രഖ്യാപനം നടത്തി. കേരളം എന്ന് പറയുന്നത് അതിദാരിദ്ര്യം ഇല്ലാത്ത ഒരു സംസ്ഥാനമായി ഞങ്ങളിതാ പ്രഖ്യാപിക്കുന്നു എന്ന്. നവംബർ മാസം 1-ാം തീയതി മന്ത്രിസഭാ യോഗം ചേർന്ന് തീരുമാനിച്ചതാണോ? 4 വർഷക്കാലം എടുത്തു അതിന്. ഇവിടെ കണ്ടെത്തിയ ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ ഓരോന്നോരോന്നായി തരംതിരിച്ചുകൊണ്ട് അവസാനം 64,004 എന്ന എണ്ണത്തിലേക്ക് അത് എത്തിയപ്പോൾ അതൊരു വലിയ പ്രക്രിയയുടെ ഭാഗമായിരുന്നു. എന്താണ് അവിടെ പരിശോധിച്ചത്? ഇവർക്ക് വീടുണ്ടോ? ഇവർക്ക് ഒരു വരുമാന മാർഗമുണ്ടോ? ഇവർക്ക് ആരോഗ്യ സംവിധാനങ്ങളുണ്ടോ? ഇവരുടെ കുട്ടികൾക്ക് പഠിക്കാൻ സൗകര്യമുണ്ടോ? എന്നെല്ലാമുള്ള പരിശോധനയുടെ ഭാഗമായിട്ടാണ് ആ മുഴുവൻ കുടുംബങ്ങളെയും അതിദാരിദ്ര്യ കുടുംബം ഇല്ലാത്ത ഒരു രാജ്യമായി, സംസ്ഥാനമായി നമുക്കിവിടെ പ്രഖ്യാപിക്കാൻ കഴിഞ്ഞത്. പഴയ ചരിത്രങ്ങളിലേക്ക് നമ്മൾ പോകണം. 2013 UDF ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ കേന്ദ്രം കൊണ്ടുവന്ന ഒരു നയമുണ്ടായിരുന്നു, ഭക്ഷ്യസുരക്ഷാ നിയമം എന്ന് പറഞ്ഞുകൊണ്ട്. അന്ന് 30 ലക്ഷം കുടുംബങ്ങൾക്ക് ഇവിടെ സൗജന്യമായിട്ടുള്ള അരി വിതരണം ചെയ്യാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് ആ ഗവൺമെന്റ് പറഞ്ഞത്, നിങ്ങൾക്ക് ഇനി സബ്സിഡി വേണമെങ്കിൽ അത് 13 ലക്ഷമായി കുറയ്ക്കണം എന്നാവശ്യപ്പെട്ടത്. പക്ഷേ നമ്മുടെ ഗവൺമെന്റ് അധികാരത്തിൽ വന്നപ്പോൾ തീരുമാനിച്ചു, അവിടെ എണ്ണം കുറയ്ക്കുകയല്ല, കൂടുതൽ പേർക്ക് നൽകുകയാണ് നിങ്ങളുടെ നയം എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് 65 ലക്ഷങ്ങൾക്ക് അതിന്റെ സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഇത്ര വലിയ സാമ്പത്തിക ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞത്. അത് മാത്രമായിരുന്നു നമ്മൾ അന്ന് ചെയ്തത്. ഇവിടെ വീട്ടമ്മമാർ 35 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ള വീട്ടമ്മമാരെ അവരെ സഹായിക്കണമെന്ന് ഗവൺമെന്റ് തീരുമാനിച്ചു. ആ സഹായം കൊടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രഖ്യാപനവും നവംബർ മാസം 1-ാം തീയതി നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞു. അഭ്യസ്തവിദ്യരായിട്ടുള്ള യുവാക്കൾ, ഒരുപക്ഷെ ലോകം ഇന്ന് ഏറ്റവും കൂടുതൽ നോക്കിക്കാണുന്നത് ഈ കേരളം എന്ന് പറയുന്ന കൊച്ചു സംസ്ഥാനത്തിന്റെ യുവതി യുവാക്കളാണ്. അവരാണ് നമ്മുടെ സമ്പത്ത്. ലോകത്തിന്റെ ഏത് രാജ്യങ്ങളിൽ പോയി പണിയെടുത്ത് ജീവിക്കാൻ കഴിയുന്ന രൂപത്തിലേക്ക് നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം ഉയർന്നു വന്നിട്ടുള്ളത് അത് ഈ കേരളത്തിന്റെ ഒരു കരുത്താണ്. ആ കുട്ടികൾക്ക് ഒരു ജോലി അപേക്ഷിക്കാൻ, അവർക്കൊരു അപേക്ഷ കൊടുക്കാൻ